എന്താണ് ഈ സർക്കാരിന്റെ കാലത്ത് നിങ്ങൾക്കുണ്ടായ പ്രശ്നം? ഇവിടുത്തെ മതേതരത്വം തകർന്നു എന്ന് പറയുന്നു. എന്ത് മതേതരത്വമാണ് ഇവിടെ തകർന്നത്? ഇവരാരോടെങ്കിലും ഇപ്പൊ ഞാൻ പറയട്ടെ, ഞാൻ എല്ലാ ഞായറാഴ്ചയും പള്ളിയിൽ പോകുന്ന ആളാണ്. ഞായറാഴ്ച മാത്രമേ പള്ളിയിൽ പോകാറ്. അത് കൃത്യമായി പോകും. ഇപ്പൊ കൂടുതലും മുനമ്പം പള്ളിയിലാന്നുള്ളൂ. അപ്പോ ആ ഞായറാഴ്ച പള്ളിയിൽ പോകണ്ട എന്ന് എന്നോട് പറയുന്നിടം വരെ എന്റെ മതവിധാനം ബന്ധപ്പെടുന്ന ഒരു കാര്യമില്ല. ഇന്ത്യ മഹാരാജ്യത്ത് 5 നേരം നിസ്കരിക്കുന്ന ഒരു ഇസ്ലാം സഹോദരനെയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഒരു BJP-കാരനും നരേന്ദ്രമോദിയുടെ ഒരു ചാരനും നിങ്ങളോട് പള്ളിയിൽ പോകണ്ട എന്ന് പറയാത്തിടത്തോളം കാലം എന്തിനാണ് ഈ രാജ്യത്ത് ഈ വർഗീയത പറയുന്നത്? മതേതരത്വം എന്ന വാക്കിന്റെ അർത്ഥം അറിയാൻ മേലാത്ത സംസ്ഥാനമായി മാറിയിരിക്കുന്നു കേരളം. കപട മതേതരത്വത്തിന്റെ മുഖമായി മാറിയിരിക്കുന്നു കേരളം. ഇപ്പൊ എന്താ പ്രശ്നം? 19% ഉണ്ടായിരുന്ന ഇസ്ലാം സഹോദരി 29% വളർന്നു. അതാണ് ഇവിടുത്തെ യുവമാരുടെ എല്ലാം പ്രശ്നം. ആ 29% വോട്ട് കിട്ടിയാൽ ഭരണത്തിൽ വരാം. അപ്പൊ BJP-ക്ക് എന്താണെങ്കിലും ആ വോട്ട് കിട്ടില്ല. മുസ്ലിം വിരുദ്ധരാണല്ലോ, നമ്മൾ ജന്മനാ മുസ്ലിം വിരുദ്ധരാണല്ലോ. ആ വോട്ട് കിട്ടില്ല. പിന്നെ ആ വോട്ട് ആർക്ക് കിട്ടും? പിണറായി 2016 ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2016 SDP-യുടെ പിന്തുണ മേടിച്ച ആളാണ് എന്റെ പിതാവ് CPC ജോർജ്. ഇമാര് മേടിച്ചോണ്ട് ഒളിച്ചല്ല, പരസ്യമായിട്ട് SDP-യുടെ പിന്തുണയുള്ള ജനപക്ഷ സ്ഥാനാർത്ഥി നിന്ന് പോസ്റ്റർ അടിച്ചാണ് നടത്തിയത്. 2 കൊല്ലം കൂടെ കിടന്നപ്പോഴാണ് സ്വഭാവം മനസ്സിലായി. ആ സ്വഭാവം മനസ്സിലായി തിരുത്തി പറഞ്ഞതിന്റെ പേരിലാണ് അദ്ദേഹത്തെ തോൽപ്പിച്ചത് ഒരുമിച്ച്. അന്ന് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, 2016 PC ജോർജിന് പിന്തുണ, ബാക്കി 139 മണ്ഡലങ്ങളിൽ LDF-ന് പിന്തുണ. ഞാൻ അവരുടെ സംസ്ഥാന സമിതി പോയിരുന്നതാണ്. ഞാൻ കേട്ടതാണ്, എന്റെ കണ്ണുകൊണ്ട് എന്റെ ചെവി കൊണ്ട് കേട്ടോ. 139 പിന്തുണ.